ശ്രീ കരാറിൽ സംസ്ഥാനം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അന്തരിച്ച നടൻ സലിം കുമാറിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സൈബർ ആക്രമണം നടന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനം രാഷ്ട്രീയം നോക്കിയല്ല. മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫ് നിയമന വിവാദത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. PM ശ്രീ കരാറിൽ UDF സർക്കാരിന്റെ നിലപാട് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇടത് സർക്കാർ കരാറിൽ ഒപ്പിട്ടതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. PM ശ്രീയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞു വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ അവർ ഒപ്പുവെച്ചൊരു ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണ്. അപ്പം ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ യൂട്യൂബർമാർ തള്ളിക്കറിയത് സംബന്ധിച്ച ചോദ്യത്തിന് വൈകാരികമായ മറുപടി. സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ആരാണ് ഇതിന്റെ പുറകിൽ? മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദത്തിൽ തെറ്റ് കണ്ടയുടനെ തിരുത്തിയില്ലേ എന്ന് മുഖ്യമന്ത്രി. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതിയല്ലോ. ഏത് കാര്യമാണെങ്കിലും അതിനെന്താ കറക്റ്റ് ചെയ്തില്ലേ? സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണത്തിൽ പുനഃപരിശോധന ഉണ്ടാകും. ആ നിലപാട് ഞങ്ങൾ അതിനെ എതിർത്തതാണ്. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോൾ ആ ഗേറ്റ് അടക്കില്ലേ? മോഡിഫിക്കേഷനിൽ ന്യൂജൻ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ മറുപടി ഇങ്ങനെ: എല്ലാം കൂടി ഒരു ഗവൺമെന്റ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയിൽ സർക്കാർ നിലപാട് ഇതാണ്. ഈ ശ്രീധരൻ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു റിപ്പോർട്ട്, ഞാനത് വാങ്ങിച്ചു വെച്ചു. ഞാൻ പോലും വായിച്ചു നോക്കുന്നതിന് മുമ്പേ വാർത്ത വന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പുതിയ പദ്ധതി. ഭയങ്കരം തന്നെ. ടി വീണയ്ക്ക് ED സമൻസ് അയച്ചത് സർക്കാർ ഇടപെടേണ്ട വിഷയമല്ല. ED റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിൻ്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോൾ. കോൺഗ്രസ് BJP ഡീലാരോപണത്തിന് മറുപടി പറയുമ്പോൾ വി.ഡി. സതീശൻ എന്നും പിണറായി വിജയനെ മുഖ്യമന്ത്രിയെന്ന് സംബോധന ചെയ്തു. BJP UDFന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.